students, welcome back to Bosco Campus Vision. This is the 7th lecture on Business Regulatory Framework. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Now we move to the 4th module. The module name is Sale of Goods Act 1930. The Sale of Goods Act came into force on 1st July 1930 and all the provisions relating to the movable goods. The sale of movable goods comes under the Sale of Goods Act 1930. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൂവബിൾ ഗുഡ്സിൻ്റെ സെയിലാണ്. മൂവബിൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ലീഗൽ പ്രൊവിഷൻസും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 വരുന്നത്. ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത് ജൂലൈ 1, 1930. Meaning and definition of contract of sale. Contract of sale is a contract by which the ownership of movable goods is transferred from the seller to the buyer. കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ മീനിങ്ങും ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആ ഒരു ആക്റ്റിൽ പറയുന്ന മൂവബിൾ ഗുഡ്സിൻ്റെ സെയിലിനെ കുറിച്ചിട്ടാണ് ആ ഒരു ആക്റ്റിൽ പറയുന്നത്. അപ്പം എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കണം. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് സെല്ലറിൻ്റെ അടുത്ത് നിന്നും ബയറിൻ്റെ അടുത്തേക്ക് മൂവബിൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിൻ്റെ ഓണർഷിപ്പ് അതെടുത്ത് പറയണം. ഓണർഷിപ്പ് ഓഫ് മൂവബിൾ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ഈസ് കോൾഡ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. The contract of sale may be absolute or conditional. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആകാം അല്ലെങ്കിൽ കണ്ടീഷണൽ ആകാം. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവബിൾ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ അടുത്ത് നിന്നും ബയറിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്, അബ്സല്യൂട്ടും ഉണ്ട് കണ്ടീഷണലും ഉണ്ട്. അബ്സല്യൂട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് passes from the seller to the buyer immediately. That is called absolute sale. When it comes to the conditional contract of sale, the ownership of goods does not pass to the buyer absolutely until certain conditions are fulfilled. കണ്ടീഷണൽ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഓണർഷിപ്പ് സെല്ലറിൻ്റെ അടുത്ത് നിന്നും ബയറിൻ്റെ അടുത്തേക്ക് പാസ്സാകത്തുള്ളൂ. അതേസമയം അബ്സല്യൂട്ടിനകത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ഓണർഷിപ്പ് ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് പെട്ടെന്ന് തന്നെ ബയറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അതാണ് അബ്സല്യൂട്ട്. അതേസമയം കണ്ടീഷണൽ എന്ന് പറയുന്നത് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ സെല്ലറിൻ്റെ അടുത്ത് നിന്നും ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയറിൻ്റെ അടുത്ത് എത്തുള്ളൂ. അതിനെയാണ് കണ്ടീഷണൽ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആർ ദ സെല്ലർ ആൻഡ് ദ ബയർ. സെല്ലർ ഈസ് എ പേഴ്സൺ ഹു സെൽസ് ഓർ എഗ്രീസ് ടു സെൽ ദ ഗുഡ്സ് ഈസ് നോൺ ആസ് സെല്ലർ. ദ നെക്സ്റ്റ് പാർട്ടി ഈസ് ബയർ. Buyer is a person who buys or agrees to buy the goods is known as the buyer. Next we can look at the definition of contract of sale. According to section 4 subsection 1 of Sale of Goods Act 1930, a contract of sale of goods is a contract whereby the seller transfer or agrees to transfer the property in the goods to the buyer for a price. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പ്രകാരം അതിൽ പറയുന്ന സെക്ഷൻ 4 സബ്സെക്ഷൻ 1 കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 4 സബ്സെക്ഷൻ 1 പ്രകാരം കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ്. അതിൽ ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ദ ബയർ ഫോർ എ പ്രൈസ്. ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഒരു സെല്ലർ
മൂവബിൾ ഗുഡ്സ് ബയ്യറിന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ വന്നിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 4 സബ്സെക്ഷൻ 1 ഇനി സെയിൽ എന്താണെന്ന് നോക്കാം. സെയിൽ മീൻസ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേർഡ് ഫ്രം എ സെല്ലർ ടു എ ബയ്യർ. സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ അടുത്ത് നിന്നും ബയ്യറിൻ്റെ അടുത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആകുന്നതാണ് സെയിൽ എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്ഫർ ഓഫ് ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ടു ടേക്സ് പ്ലേസ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സബ്ജക്റ്റ് ടു ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്ന ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും, ഒരു പർട്ടിക്കുലർ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ഡേറ്റിലായിരിക്കും, ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകത്തുള്ളൂ. അതിനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കുറിച്ചിട്ടാണ്. ആ ഒരു ടോപ്പിക്കാണ്. എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, എന്താണ് അതിൽ വരുന്ന കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മീനിങ്, അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് നോക്കി. പിന്നെ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്ന പാർട്ടീസ് ആരൊക്കെയാണെന്നും, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇതിനിടയിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകളിലെടുക്കും. ഇപ്പം നമ്മൾ ഈ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും ആ 2 മൊഡ്യൂൾസിലേക്കും പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെയിലും എഗ്രിമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇതെല്ലാം തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഏത് വർഷം വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ സെയിൽ എന്താണ്, എഗ്രിമെൻറ്റ് ടു സെൽ എന്താണ് എന്നുള്ളതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പെട്ടെന്ന് വർഷമൊക്കെ എല്ലാവരും മറന്നു പോകുന്നതാണ്. അതുപോലെ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന സെയിലും എഗ്രിമെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.